ന്യൂസിനകത്ത് പ്രൊമോയിൽ കാണുന്നത് പോലെ നിവിനും നമ്മുടെ അനുമോളും അതുപോലെ സൗമനും തമ്മിലുള്ള ആ വഴക്കുണ്ടല്ലോ. കാരണം എന്ന് പറയുന്നത് ഇന്ന് സാബുമാനെയും അനുമോളെയും നോമിനേഷൻ ചെയ്തിരിക്കുന്നത് നിവിനാണ്. നിവിൻ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ വീക്ക് മത്സരാർത്ഥികളാണെന്ന് പറയുന്നുണ്ട്. ഒന്ന് സാവുമാൻ ഒരു കാര്യം ഇവിടെ ചെയ്യുന്നില്ലെന്ന് പറയുന്നുണ്ട്. ടാസ്കില് ടാസ്കിൽ പോലും കളിക്കുകയോ ജയിക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യുന്നില്ലെന്ന് നിവിൻ പറയുന്നുണ്ട്. അത് മാത്രമല്ല അനുമോൾക്ക് പുറത്ത് PR ഉണ്ട്. അപ്പൊ ആ PRകൾ അനുമോളെ ഒന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരട്ടെ എന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുന്നുണ്ട്. അതാണ് സംഭവം. അപ്പൊ ഇതെല്ലാം അനുമോള് കേൾക്കുന്നില്ല. അനുമോള് വെളിയിലായിരുന്നു. കാരണം നോമിനേഷൻ എല്ലാം ഓപ്പൺ നോമിനേഷൻ ആയപ്പോ കാണാം എല്ലാവരും ഓരോരുത്തർക്ക് ഓരോ മാളങ്ങളിൽ പോയി ഒളിച്ചിരുന്നാണ് നോമിനേഷൻ ചെയ്യാനായിട്ട് ശ്രമം നടത്തിയത്. പക്ഷെ നോമിനേഷൻ ചെയ്യുമ്പോൾ എല്ലാവരും തന്നെ ഓടി അടുത്തെത്തും. ഇപ്പൊ അനുമോള് നോമിനേഷൻ ചെയ്യാനായിട്ട് ബിഗ് ബോസ് വിളിച്ച് പറയുമ്പോൾ അനുമോൾ ഇരിക്കുന്നിടത്തോട്ട് എല്ലാവരും ഓടിച്ചെല്ലും. അതാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്ന് നിവിന് നോമിനേഷൻ ചെയ്തു. ഇപ്പം സൗമൻ എല്ലാം നിൽക്കുകയായിരുന്നു. അപ്പൊ ആ മഞ്ഞ സോഫയിൽ ഇരുന്നുകൊണ്ടാണ് സൗമാനെയും അനുമോളെയും നോമിനേഷൻ ചെയ്യുന്നത്. അപ്പൊ സൗമാനോട് ഓൾറെഡി നമ്മുടെ നിവിന് ഒരു ദേഷ്യമുണ്ട്. പുള്ളിക്കാരൻ ആകെ അവിടെ അനുമോൾക്കെതിരെയും സൗമാനെതിരെയാണ് കളിക്കുന്നത്. അപ്പൊ അനുമോള് പറയുന്നത് അക്ബറിന്റെ വാലായിട്ട് നടക്കുകയാണെന്നാണ് നമ്മുടെ അനുമോള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവർ തമ്മിൽ നല്ല വഴക്ക് കിടക്കുന്നുണ്ട്. ഈ ആഴ്ച ഫുള്ള് വഴക്ക് കിടക്കാൻ നല്ല സാധ്യതയുണ്ട്. കാരണം ക്യാപ്റ്റൻ എന്ന രീതിയിലും 3 ക്യാപ്റ്റന്മാരാണല്ലോ ഉള്ളത്. അപ്പൊ നിവിൻ പല പണികളും അനുമോളെ ഏൽപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അനുമോള് ഞാൻ ചെയ്യത്തില്ല, എനിക്കിപ്പോ സൗകര്യമില്ലെന്ന് പലതവണ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ആഴ്ച ഫുള്ള് നല്ല അടി നടക്കാനുള്ള സാധ്യതയുണ്ട്. അനുമോള് അത് ഉറച്ചു നിൽക്കുകയാണ്. എതിർക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് അനുമോള് നിൽക്കുന്നത്. ഇന്ന് തന്നെ പല ജോലികൾ ചെയ്യുമ്പോഴും മുഖം വീർപ്പിച്ചുകൊണ്ടാണ് അനുമോള് നിന്നത് തന്നെ. അപ്പം അതിന്റെ പേരിൽ നല്ല വഴക്ക് ഈ വീക്കിൽ ഉറപ്പായിട്ടും ഉണ്ടാവും.